ഇന്നലെ മൊത്തവും ബാംബൂസ് ആയിരുന്നല്ലോ. അപ്പം നോക്ക്, ഇങ്ങനെ വള്ളി പോലെ തൂങ്ങി 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 കിടക്കുന്നുണ്ടോ. ബ്ലാങ്കറ്റിൻ്റെ അടിയിലോട്ട് എങ്ങനെയാണ് കൈയൊക്കെ മറിച്ചിരിക്കുന്നു. കൈ കഴുകിയതാ പ്രശ്നം കേട്ടോ. നാളെ തന്നെ ഇതിനപ്പുറമായിരിക്കും. സർവൈവ് ചെയ്യണം, സർവൈവ് ചെയ്തേ പറ്റൂ. നമസ്തേ ഗൈസ്. ഇന്നലെ ഇവിടെ ടെന്റ് അടിച്ചിരുന്നേ. ഇനി ഇവിടുന്ന് ഹിമാലയ എത്തണം. ഇവിടുന്ന് ഏകദേശം 5 to 6 മണിക്കൂർ നടക്കാനുണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ അത് 9 മണിയായി. 9 മണിയായപ്പോൾ നടക്കാൻ പോവാട്ടോ. ടെൻ്റൊക്കെ എല്ലാം സെറ്റ് ചെയ്തെടുത്ത് ഇവിടെ നടക്കണം. ഫുൾ അപ്പ് ഹീലാന്നാ പറഞ്ഞത്. മൊത്തം കയറ്റമായിരിക്കും, ഫുൾ സ്റ്റെപ്പ് ആയിരിക്കും മേലോട്ട്. ഇറക്കമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, സ്റ്റെപ്പ് കുറച്ച് റിസ്ക് ആണ്. ശ്വാസം എടുക്കുന്നില്ല, തണുത്ത കാറ്റാ ഫുള്ള്. ഹെലികോപ്റ്റർ ബേസ് ക്യാമ്പിൽ നിന്ന് പോകുന്ന വാട്ടർ ക്രോസ്. ഇനി ഫുൾ അഫീലാന്ന് തോന്നുന്നേ. അതുവഴിയും പോകാൻ കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാതെ പോകേണ്ട വരും. വെള്ളം നല്ല കട്ടയായിട്ടുള്ള വെള്ളമായിരിക്കേ. ഇത് മുക്കിക്കഴിഞ്ഞാൽ ഇനി സ്റ്റൗ ഓൺ ആക്കിയിട്ട് കൈ അതിനകത്ത് പിടിച്ചോണ്ടിരിക്കേണ്ടി വരും. അത്ര സമയം കൂടെ പോകും. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പോകുന്നതെന്ന് ചോദിക്കുന്നവരോട്, കഷ്ടപ്പെടാതെ ഇതൊന്നും കിട്ടത്തില്ല. ഇച്ചിരി റിസ്ക് എടുത്തിട്ട് മേളിൽ ചെന്നാലേ ഉള്ളൂ ഇതൊക്കെ കിട്ടത്തുള്ളൂ. ഇവിടെ തൊട്ട് എനിക്ക് തോന്നുന്നു അഭീലാന്ന് തോന്നുന്നു. ഫുൾ മേലോട്ട് സ്റ്റെപ്പാ. അപ്പുറത്ത് പോകാനെത്തി. ഇവിടെ നിന്ന് ഇനി കുറെ പോകാനുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ടോന്ന് അറിയത്തില്ല, ചോദിക്കട്ടെ. കുറച്ചിങ്ങി നടന്ന് കുറച്ച് വെള്ളം കണ്ട് ഇവിടെ നിന്നാ കുറച്ച് നേരം ഇവിടെ നിന്ന്. ഇപ്പോൾ ഇത് പട്ടിയുടെ കുര കഴിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന വഴി എല്ലാം നല്ല കിളിയെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബേർഡ്സൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പുള്ളിക്ക് ഇതൊന്നും കാണണ്ട. പുള്ളി രാവിലെ ജസ്റ്റ് പുള്ളി ഒരു ടൂറിസ്റ്റ് മൂടാ. എനിക്ക് പക്ഷെ അങ്ങനെ പോകാൻ താല്പര്യമില്ല. വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോറസ്റ്റിന്റെ സൗണ്ട്, ഒരു വാട്ടർഫോൾസ്, അതിനകത്ത് എന്തൊക്കെ ചെടി നിപ്പുണ്ട്. മറ്റേത് ഞാൻ എല്ലാം നോക്കി അവിടെ നിന്ന് കണ്ടിട്ടേ പോരത്തുള്ളൂ. പുള്ളിക്ക് എങ്ങനെയാണെന്നറിയോ, പുള്ളിക്ക് പെട്ടെന്ന് എങ്ങനെയില്ല അവിടെ എത്തണം, അതേ പിടി തിരിച്ചെത്തണം, അവിടെ നിന്ന് വണ്ടി കയറുക, വീട്ടിൽ പോവാ. അതാണ് മച്ചാൻ്റെ മൂഡ്. എനിക്കങ്ങനെ ഇഷ്ടമില്ല. ഞാൻ ഇങ്ങനെ പയ്യെ തുല്ല വെള്ളമൊക്കെ ഉണ്ട്, ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ കാണിച്ചിരുന്നു. ഇപ്പം ആണ്ട് അവിടം വരെ നടന്നിട്ട് വരുക. ഇത് എവിടെ നിന്ന് ഈ വെള്ളം വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് പോയതാ. ഇന്നലെ കണ്ട കാടല്ല ഇതിപ്പം. ഇന്നലെ മൊത്തവും ബാംബൂസ് ആയിരുന്നല്ലോ. അപ്പം നോക്ക്, ഇങ്ങനെ വള്ളി പോലെ തൂങ്ങി 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 കിടക്കുന്നുണ്ടോ. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടാ. നമ്മുടെ കയ്യിൽ നിന്ന് മുട്ട തീർന്ന് മാഗി ഉണ്ടാക്കിയാലോന്ന് ആലോചിച്ചു. പക്ഷേ പിന്നെ ടൈം പോവും, എത്തേണ്ടടുത്ത് എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വെച്ച് മാക്സിമം എത്താൻ പറ്റുന്നിടത്ത് എത്തുക, അവിടെ നിന്ന് വല്ലതും കുക്ക് ചെയ്യാമെന്ന് ഓർത്തേ. അങ്ങേറെ ഞാൻ പറഞ്ഞു വിട്ടു കേട്ടോ. പുള്ളി ചുമ്മാ
വെയിൽ വന്നിട്ടുണ്ട് മേളിൽ. ആ സൂര്യൻ്റെ പുറകില്ല, ആ മലയുടെ പുറകില്ല സൂര്യൻ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് അടിക്കാതെ. ഇത് ഈ മാസ്ക് വെക്കാമെന്ന് ഓർക്കും, പക്ഷേ ശ്വാസം കിട്ടത്തില്ല. തണുത്ത ഒരു കാറ്റാണ് ഈ ഓക്സിജൻ ഇങ്ങനെ വലിക്കുമ്പോൾ അകത്തേക്ക് കയറുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മൗണ്ടൻ ഡ്യൂ വെള്ളം വീഴുന്നേ. അവിടെ ഹിമാലയ എൻട്രി എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. പക്ഷേ ഈ മേളിൽ കാണുന്ന ഒരു വഴിയാണ്, ഈ കാണുന്നത് ഒരു വഴിയാണ്. പക്ഷേ എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാം. ഞാനിപ്പം അരമണിക്കൂറോളം ഞാൻ ആ കാട്ടിൽ നിന്ന്. ഇപ്പോഴാണ് ഒരാൾ വന്നത്. രണ്ടും സെയിം വേ ആണ്, പക്ഷേ മേളിൽ കൂടെ ഉള്ളത് ഫുള്ള് മേലോട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പം ഈ വഴി പോയി കഴിഞ്ഞാൽ ടെമ്പിൾ വാട്ടർഫോൾസൊക്കെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവഴി പോകാന്ന് വെച്ച്. കാരണം ഇവിടെ മൊത്തം ഇതേപോലത്തെ പൂക്കളാട്ടോ. ഇതുണ്ടോ, ഫുള്ളതാ. നമുക്ക് താഴെ അവിടെ ഈ മരം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ തൂങ്ങി 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 താഴേക്ക് കിടക്കുന്നുണ്ട്. ഹിമാലയ എത്താറേ. നേപ്പാളിൽ വന്നിട്ട് ഫസ്റ്റ് സ്നോ. താഴെ നോക്കി കിടക്കുന്നേ. ഇവിടെ കൊണ്ട് കുറച്ച് കുത്തരയുള്ള കയറ്റ. അത്യാവശ്യം ഹെൽത്ത് വേണം. സബ്മിറ്റ് ടൈം എൻ്റെ ഉദാഹരത്തില്ല. അപ്പുറത്ത് ഉണ്ടാക്കി എന്തോ പോലെ. ഇതൊരു ടെമ്പിളാട്ടോ. എൻ്റെ ബാക്ക് സൈഡിൽ എന്താണെന്നറിയോ, ഹിമാലയ എത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. കുറച്ച് നേരം കണ്ണടച്ചിട്ട് ഇവിടെ നിന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ഫുള്ളി ഒരു സൗണ്ട് മാത്രം. മേലോട്ട് നോക്കി കഴിഞ്ഞാൽ മേഘങ്ങൾ നീങ്ങി ആ മലയുടെ അപ്പുറത്തുകൂടെ പോകുന്നതാണോ. കണ്ടോ, ടൈം ലാപ്സ് എടുക്കാൻ മൂടായിരിക്കും. പക്ഷെ ഇപ്പോൾ ട്രൈപോഡും കാര്യങ്ങളൊന്നുമില്ല. ട്രൈപോഡെല്ലാം അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. എത്തിയിട്ടുണ്ട്, ഡോറിലെത്തി. പക്ഷേ ഡോറിലില്ല, ഹിമാലയ എത്തി. ഇന്നലെ 2505 മീറ്റർ ഉയരത്തിൽ നിന്നേ, ഇപ്പം എന്തേ 2900. ഹിമാലയ. ഡോറിലി 2 മണിക്കൂറാണ് ഇനിയും പറയുന്നത്. ഡോറിൽ ട്രക്ക് ചെയ്യണം. അപ്പ് സ്റ്റേഴ്സും ഉണ്ട്, ഡൗൺ സ്റ്റേഴ്സും ഉണ്ട്. ഒരു സാധനം ഈ നേപ്പാളി വന്നിട്ട്
ഇതിങ്ങനെ പറക്കുന്ന കാണുമ്പോണ്ടല്ലോ ഒരു വല്ലാത്ത ഫീലാ. ഇന്ത്യൻ ഫ്ലാഗ് നോക്ക്, ഇവിടെ എല്ലാ കൺട്രിയുടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അർജന്റീന, ബ്രസീൽ, ജർമ്മനി എല്ലാം ഉണ്ട്. എന്തിനാണെന്നറിയോ? കസ്റ്റമേഴ്സിനെ അട്രാക്ട്. ഹിമാലയ കേട്ടോ കുറേ കാണുന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഫുൾ റെസ്റ്റോറൻറ്റ് തന്നെ, വീടോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അയ്യ, അവിടെ ഫുള്ള് സ്നോയാ. ഇനി ഇവിടുന്ന് ഡോറിൽ എത്തണം. 2 മണിക്കൂർ ഇനിയും നടക്കാറുണ്ട്. ഓക്കേ, ഈ കയറ്റമായോണ്ട വീഡിയോ എടുക്കാൻ പറ്റാതെ. ഇങ്ങനെ അണച്ചണച്ച് എപ്പോൾ എടുക്കാനായിട്ടാ? ഇതുപോലെ കുത്തന്നെ സ്റ്റെപ്പുകളാ. ഇതിങ്ങനെ പെട്ടെന്ന് കയറിയാൽ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഒക്കെ വരും. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കണം, പിന്നെ 2500 മീറ്റർ മേളിലോട്ട് പോകുമ്പോൾ സ്റ്റേ ചെയ്ത് പോവുക എന്നൊക്കെ ഒരു ബോർഡ് കണ്ടായിരുന്നു അവിടെ. ആൾട്ടിറ്റ്യൂഡ് സിക്നസിൻ്റെ സിംറ്റംസൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഹെഡേക്ക്, തലകറക്കം, അങ്ങനെ വൊമിറ്റിങ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിംറ്റംസ് എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വില്ലേജ് കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ വേറെ വന്നതാ. നമ്മൾ അടുത്തപ്പോൾ ഇവിടെ ഇരുന്ന ഇപ്പം കയറിയ സ്റ്റെപ്പ് ഏകദേശം 1.5 മണിക്കൂറോളം കടന്ന് പാട് വിട്ടിട്ടാ ഇവിടെ എത്തിയേ. പുള്ളി ഇപ്പോൾ കയറി വന്നേ ഉള്ളൂ. ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് പ്രതിമയൊക്കെ കാണാം. അതിൻ്റെ തൊട്ട് മേളിൽ കയറി മൈര എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ മലയാളികളെ കാണിക്കുന്ന കാട്ടായൊക്കെ. ഇത് നേരെ മേളിൽ സമ്മതിക്കണം, ഒരു വലിയൊരു ക്ലൗഡ് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ. ഒന്നും കഴിച്ചിട്ടില്ല, കുറച്ച് സ്നാക്സ് ഒന്നും ഇല്ല, ഫുള്ളും തീർന്നു. ഇവിടെ ഒരു ബിസ്ക്കറ്റിന് ചോദിച്ചപ്പോഴത്തേക്ക് 150 രൂപ. ഇപ്പോൾ ഒരു നൂഡിൽസിന് ചോദിച്ചപ്പോൾ 900 രൂപ ഒരു നൂഡിൽസ്. വേണ്ടെന്ന് വെച്ചിങ്ങനെ നടന്നാ. കുറച്ച് പീനട്ട് ബട്ടർ. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ, കൈയൊക്കെ നിറച്ചൊരുമാതിരി. പുള്ളി ഗ്ലൗസൊക്കെ എടുത്തിട്ട് ഗ്ലൗസ് എടുക്കാൻ വയ്യ, അതുകൊണ്ടാ. ഇന്ന് ക്യാമ്പിങ് എന്തായാലും പോസ്റ്റാ, ക്യാമ്പിങ് നടക്കത്തില്ല. അവിടെ പോയി സ്റ്റേ എടുത്ത് തന്നെ പറ്റത്തുള്ളൂ. ഇന്നും നാളെ സ്റ്റേ എടുത്തേ പറ്റത്തുള്ളൂ. അങ്ങോട്ട് പോട്ടെ പെട്ടെന്ന്. ഇവിടെ വെയിലില്ല, അതാണ് ഇവിടെ കുറച്ച് വെയിലുള്ളൂ. ഉണ്ടോന്ന് ഈ ഷെയർ പാസിന് സമ്മതിക്കണം. ഞാൻ അത് നേരത്തെ പൊക്കി നോക്കിയായിരുന്നു. ഈ പറ്റത്തില്ലത്, കുറച്ചേലും പൊങ്ങിയെങ്കിൽ പറയാം. സൈഡിൽ ഫുൾ ഐസായി. അതേ നമുക്ക് അതിവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, തെന്നിയങ്ങ് പോകും. അങ്ങ് താഴെ വരെ ഇതന്നെ. ഇവിടെ സൂര്യന് പ്രസക്തിയില്ല. നമുക്ക് ഇത്ര ഐസ് ഇവിടെ മീൻ നടക്കുന്നത്. സൂര്യൻ നേരെ അടിക്കുന്നത്, എന്നിട്ട് ഈ ഐസ് ഒന്നും ഉരുകി പോകുന്നില്ല, ഇവിടെ തന്നെ കിടക്കുക. ഇവിടെ ഒരു സേഫ്റ്റി ബോർഡ് ഉണ്ട് കേട്ടോ, സേഫ്റ്റി അലേർട്ട്. Considering the possibility of avalanches. എപ്പോൾ വേണേലും റോക്ക് ഫാളിംഗ് ഒക്കെ ഉണ്ടാവും. ഇവിടെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. മേളിൽ നിന്ന് ഉരുണ്ട് വീണ കല്ലുകളൊക്കെ കേട്ടോ. ഈ വാട്ടർ ക്രോസ് ചെയ്യണം അപ്പുറത്ത്. ഇവിടെ നിൽക്കലെന്നാ പറഞ്ഞാൽ അധികം നേരം. അവിടെ ബോർഡ് ഉണ്ടായിരുന്നു, ഇന്ന് റോക്ക് ഫാളിംഗ് ഒക്കെ ഉണ്ടാവും. വേഗം So guys,
ഒരു പാലം കാണാം. ഓ ദുവാൻ വില്ലേജിൽ നിന്ന് ഇറങ്ങിയിട്ട് 4.5 മണിക്കൂറായി. ഇപ്പത്തേ ഡുർലി എത്തി. ഇതുണ്ട് താഴെ. 4.5 മണിക്കൂറായി ഇറങ്ങിയിട്ട്. ഈ കിടന്ന് ഇങ്ങനെ ശ്വാസം വലിക്കുന്നതിന് കുറേ പേര് ചോദിക്കും പിന്നെ എന്നാ ഭയങ്കര വിഷമാണല്ലോ. വിഷമാണല്ലോ, ഇച്ചിരി കഷ്ടപ്പെട്ടാൽ ഇത് കിട്ടത്തുള്ളൂ. എനിക്കത് വേണം. പിന്നെ ഷേപ്പിൽ ഈ മലയൊക്കെ അതാട്ടോ ഡുർലി വില്ലേജ്. സൈഡ് ഫുള്ള് സ്നോ വീണ് നടപ്പുണ്ട്. ഇതാ നോക്ക്. എല്ലാം ഉണ്ട് ഇവിടെ. വാട്ടർ ക്രോസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ കൂടെയുള്ള വൈ വന്നോളാം വിട്ടോളാം പറഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇത് കല്ല് കട്ട പോലെ അടുക്കി വെച്ചേക്കുന്നത്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 4.5 മണിക്കൂർ എടുത്തിട്ട് ഇനി തെറ്റിപ്പോട്ടോ. ദേവറാലിന്ന് കേട്ടോ പേര്, ഡുർലി എന്നല്ല. അവിടെ നിങ്ങൾ വന്ന വഴി ആരോ പറഞ്ഞതാ, ഞാൻ അത് വെച്ചങ്ങ് പറഞ്ഞതാ. അപ്പം ഇന്നലെ ഉണ്ട് ദുവാൻ വില്ലേജ്. ദുവാൻ വില്ലേജിൽ നിന്ന് ഒരു 2505 മീറ്റർ ഉയരത്തിൽ നിന്ന് ഇപ്പോൾ 3200 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഏകദേശം ഒറ്റ ദിവസം കൊണ്ട് 700 മീറ്റർ ഹൈക്ക്. ഈ മല കാണാൻ എന്ത് രസമാണ്. ഇങ്ങനെ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അത് കൊപ്പറ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. മാച്ചുപിച്ചേരി ബേസ് ക്യാമ്പ് 2 മണിക്കൂർ. പക്ഷേ ഹാർഡാന്നാണ് പറയുന്നത്. പോയൊരു ഇത്ര വെയിറ്റ് ആയിട്ടേ പോകുന്ന ടാസ്ക്കാണ്. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു മാക്സിമം ഇവിടെ വെച്ചിട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുമായിട്ട് പോകാൻ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ പോകുന്ന വഴി എന്തെങ്കിലും ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ എന്തെങ്കിലും ഓക്സിജൻ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടം വരെ വന്നിട്ട് ബേസ് ക്യാമ്പ് എത്താതെ പോകുന്നത് ഓർക്കാൻ പോലും മേല. ചിലവർക്ക് എളുപ്പമായിരിക്കും കേട്ടോ, എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. എനിക്ക് ഇച്ചിരി ടഫായിരുന്നു. മെയിനായിട്ട് ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഷോൾഡറൊക്കെ നല്ല പെയിനുണ്ട്. $500 റൂം കിട്ടിയിട്ടുണ്ട് വിത്തൗട്ട് ഫുഡ് ആട്ടോ. എന്നുള്ളൊരു വ്യൂ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വീടിനോട് മൊത്തം സ്നോ ആണ്. ഇതിൽ എന്തൊക്കെയോ വിഷമം പോലെ തോന്നുന്നുണ്ട്. പനിയാണോ എന്തോന്ന് അറിയത്തില്ല. 1200 മീറ്റർ മേളിലാണ് വന്നിരിക്കുന്നത്. അവിടെ എനിക്കെന്തോ ഭയങ്കര ഷോകം പോലെ തോന്നുന്നുണ്ട്. പനിയോ എന്തൊക്കെയോ പ്രശ്നം പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മുടെ ഇന്ത്യയിൽ മറ്റേ ചുക്ക് കാപ്പിയുടെ പൊടി ഉണ്ടായിരുന്നേ, അതെടുത്തിട്ട് അവിടുത്തെ കിച്ചണിൽ പോയിട്ട് ഉണ്ടാക്കി കേട്ടോ. പുള്ളി ഒരു ഗ്ലാസ് അതിലെടുത്തുകൊണ്ട് വന്നാൽ കുറച്ച് കസിൻ ബാക്കിയും കൊടുത്ത് ഇവിടുന്ന് കാണുമ്പോൾ തന്നെയുള്ള വ്യൂ ആണ്. എനിക്കറിയത്തില്ല നാളെ എന്താവും. ഇങ്ങനെ സെറ്റ് ആവണം ഇന്ന് രാത്രിയുണ്ട്. ഫുഡ് കഴിക്കാൻ വന്നിരുന്ന ദാൽ ബാത്തേ കിട്ടത്തുള്ളൂ കേട്ടോ. ഇവിടെ വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പം എന്ത് ചെയ്യും,
എഴുന്നേക്കാൻ വയ്യായിരുന്നു. ഞാൻ ആ ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ കയറി കിടപ്പായിരുന്നു. അതുകൊണ്ട് പുള്ളി വന്ന് വിളിച്ച് ഫുഡ് റെഡിയായി വേണമെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പം ഇങ്ങോട്ട് പോകുന്ന ഞാൻ ജസ്റ്റ് ഇവിടുത്തെ വെതർ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി. ഓക്കെ കിട്ടി. 6 ഡിഗ്രി. പക്ഷേ ഇന്നലെ ഞാൻ 6 ഡിഗ്രി ആയിരുന്നു. അത്ര തണുപ്പില്ലായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് കിടക്കണം അതിനകത്ത്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റൂമിനകത്ത് കയറി ഇനി ഈ ബ്ലാങ്കറ്റിൻ്റെ അടിയിലോട്ട് എങ്ങനെയാണ് കാരണം കൈയൊക്കെ മറിച്ചിരിക്കുന്നു. കൈ ചെയ്താ പ്രശ്നം കേട്ടോ. നാളത്തെ ഇതിനപ്പുറം ചെയ്യാം. സർവൈവ് ചെയ്യണം. സർവൈവ് ചെയ്തേ പറ്റൂ.